എൻ്റെ ബഹുമാനികളെ 34 വർഷം ഈ അമലുമായി ബന്ധപ്പെട്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ കൂടെ പോണ ആളാ ഞാൻ. ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് പല സദസ്സുകളിലും ചെല്ലുമ്പോൾ കേൾക്കണ ഒരു പരാതിയുണ്ട്. എന്താണെന്നറിയോ പരാതി? പല സ്ഥലത്തും ഞാൻ ആവർത്തിച്ച് ചെല്ലാറുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ തായ്ക്കാട്ടിലും ഈ കുന്നത്തേരിലും പോലെ പല സ്ഥലത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ 2, 3, 4 പ്രാവശ്യമൊക്കെ ചെന്നേക്കുന്ന സ്ഥലങ്ങളുണ്ട്. അഴീക്കോട്, തൊളിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ എത്ര പ്രാവശ്യം ചെന്നേക്കണമെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോഴേ ഇപ്പൊ ഈ ആളുകൾ ഇങ്ങനെ അടുത്തേക്ക് നിങ്ങൾക്കും ഉള്ള അനുഭവം ഉണ്ടോ? ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് ചോദിക്കും, ഉസ്താദ് ഇവിടെ മുമ്പ് എന്നാ വഴുതു പറയാൻ വന്നത്? ഞാൻ ഓർക്കണില്ല. അപ്പൊ ആ കാക്കറി 25 കൊല്ലം മുമ്പ് അവിടെ നിന്ന്. അൽഹംദുലില്ലാ 25 കൊല്ലായില്ലേ? പിന്നെ 25 കൊല്ലം മുമ്പ് ഉസ്താദ് അവിടെ വഴുതു പറയാൻ വന്നത്. അന്ന് വന്നപ്പോ താമസിച്ചത് എവിടെയാന്ന് ഓർക്കണ്ടോ ചോദിക്കും. അപ്പൊ ഈ കാക്കാൻ ഇങ്ങനെ ശരിക്കും ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലല്ലേ താമസിച്ചത്? അത് വേറെ ഓർമ്മയുണ്ടോന്ന് അറിയാനാ അതിന് ചോദിച്ചത്. എൻ്റെ വീട്ടിലാണ് താമസിച്ചത്, ഓർക്കുണ്ടോ? ഞാൻ എങ്ങനെ മറക്കാനാ കതി? ആ റൂമിലേക്ക് എന്നെ കൂടെ കയറ്റിയപ്പോ മോളിലൊരു ഇടി ആ വാതിലിൽ തലയിടിച്ചത് ഇന്നും എന്റെ വേദന പോയിട്ടില്ല തലയുടെ. ആ വീടൊക്കെ തല്ലി പൊളിച്ചു കളഞ്ഞു. അതെ. എന്നിട്ട് ഇപ്പൊ നല്ല ടെറസ് വീടാണ്, എല്ലാ മുറിയും ഏസിയാണ്. അപ്പൊ ഞാൻ പറയും അൽഹംദുലില്ലാ. ഉസ്താദിനെ അങ്ങാണ്ട് സിയാറത്തിന് പോകണമെന്നുമ്പോ നമ്മുടെ കാറേ കയറി ഓർക്കണ്ടോ? ഞാൻ ഓർക്കണ്ട. ഷാർട്ടാ വേണ്ടോന്നിപ്പോ ഞാനും കൂടി ഇറങ്ങി തള്ളി. പെട്ടെന്ന് ഷാർട്ടായിപ്പോ എന്റെ മുട്ട് കൊണ്ടുവന്ന് നിലത്ത് കുത്തി. അത് തന്നെ. ഇപ്പൊ ആ കാറൊന്നും അല്ല ഉസ്താദേ, അതൊക്കെ കളഞ്ഞു. ഇപ്പൊ നല്ല സ്വിച്ച് ഇട്ടാൽ എഞ്ചിനും ഏസി ഒപ്പം ഓണാവും. അൽഹംദുലില്ലാ. ഞാൻ എല്ലാത്തിനും കൊടുക്കണ മറുപടി ഇതാണ് ഉസ്താദേ. അന്ന് വള്ളിനിക്കറിട്ട് 2 ചെറുക്കന്മാരെ എന്റെ മക്കള് ഉള്ള ഓർക്കുണ്ടോ? ഞാൻ ഓർക്കണ്ട. അവന്മാർ ഒറ്റ പപ്പടം എനിക്ക് മുഴുവൻ തന്നിട്ടില്ല. അവന്മാരിപ്പോ എവിടെയാന്നറിയോ? അവരൊക്കെ ഇപ്പൊ കുവൈത്തിലും ഖത്തറിലും ഒക്കെ സൂപ്പർ മാർക്കറ്റ് എടുത്തോണ്ട്. അൽഹംദുലില്ലാ. എന്റെ മുറുക്കാങ്കട ഉസ്താദ് ഓർക്കണ്ട? റോഡിന്റെ ഓർക്കുണ്ട്. അതൊക്കെ പോയി ഉസ്താദേ. റോഡിന് വീതി കൂടി ഇപ്പൊ ഇഷ്ടം പോലെ സ്ഥലം നമ്മുടെ ഫ്രണ്ടിലേക്ക് കിട്ടി. ഞാനൊരു മാർജിൻ ഫ്രീ കിട്ടു. അൽഹംദുലില്ലാ. നമ്മുടെ പെണ്ണുമ്പിള്ളേനെ ഓർക്കണ്ടോ? ചോറൊക്കെ വെച്ചോ? ഞാൻ ഓർക്കണ്ട്. ഒരു മാങ്ങാത്തൊലി പോലെ ഉണങ്ങിയിരുന്നു. ഞാൻ ഓർക്കണ്ടെന്നേ. അവളിപ്പോ അങ്ങനെയൊന്നും അല്ല ഉസ്താദേ. ഇപ്പൊ നല്ല 1-ാം നമ്പറാണ്. അൽഹംദുലില്ലാ. ഒരു സമാധാനം ഇല്ല. ഇയാൾ പറഞ്ഞ വർത്താനം കണ്ടോ? ഇയാക്കടെ ചെറ്റപ്പര മണിമാളികെ, പൊട്ടക്കാറ് ഏസിക്കാറായി, വള്ളിനേക്കറിട്ട് നടന്നവന്മാര് സൂപ്പർ മാർക്കറ്റായി, മുറുക്കാങ്കട മാർജിൻ ഫ്രീ ആയി, പെണ്ണുമ്പിള്ള 1-ാം തരായി. എന്നിട്ട് ഇയാൾ പറഞ്ഞ വർത്താനം കേട്ടാ? നീ ഇയാൾക്ക് സമാധാനം ചന്തയിൽ പോയി ചാക്കിനകത്ത് ഇട്ട് മേടിച്ചോണ്ട് കൊടുക്കും. ഇനി ഞാനെന്ന് ചോദിക്കട്ടെ, നമുക്ക് പലർക്കും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണില്ലേ? ശരിയാണല്ലോ വാമശ്ശേരി. ഒരു 10-25 കൊല്ലം മുമ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആകെ അവശതയിലും വിഷമത്തിലും ഒക്കെയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ കാറുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും എൻ്റെ വാമശ്ശേരി ഒരു സമാധാനമില്ല. എന്താ മാനുകളെ സമാധാനക്കുറവ്? അത് പറയാൻ പറ്റിയതല്ല സമാധാനക്കുറവ്. പെണ്ണുമ്പിള്ള പിന്നെ ഉച്ചക്ക് സൂപ്പർ മാർക്കറ്റ് ഉച്ചക്ക് ഒരു അടക്കലുണ്ട്. അടച്ചോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ജ്യൂസ് അവിടെ അടിച്ചതുണ്ടെങ്കിൽ ഒന്നും എടുത്ത് അട്ടിക്കടിയെന്ന് പറഞ്ഞു. അവളിങ്ങനെ മലിനടക്ക. അപ്പൊ ഞാൻ എടുത്തു തന്നാലേ കുടിക്കുള്ളൂ. ആ ഫ്രിഡ്ജിനകത്ത് പോയി അവിടെ ഇരിപ്പുണ്ട്, അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ സിമ്പിൾ ആപ്പിൾ എടുത്ത് കുടിക്കും. ഇയാൾ അവിടെ ചെന്നിട്ട് ആപ്പിൾ ഇങ്ങനെ കൂടെ എടുത്തപ്പോ ഇപ്പറയുള്ള ക്ലാസ്സിൽ മുട്ടി. ആ ക്ലാസ് വീടാണ്ടിരിക്കാൻ വേണ്ടി അതേ പിടിച്ചപ്പോ ഈ ക്ലാസ് 5-6 ക്ലാസ് കൂടി താഴ്ത്തേക്ക് പുടുപുടുന്ന് പൊട്ടനായിട്ട് കഴിഞ്ഞപ്പോ പെണ്ണുമ്പോൾ കാട്ടാന കരിമ്പ് നോട്ടത്തിൽ കയറി ക്ലാസ് ഒക്കെ തല്ലി പൊളിച്ചു. നീ വാരാൻ വരണ്ടെന്നേ, ഞാൻ വാരിക്കോളാം. അയാള് തന്നെ ജ്യൂസും ഗ്ലാസും ഒക്കെ അടിച്ചു വാരി ആ ബേസ്റ്റിൽ കൊണ്ടുപോയിട്ട് ആ അലക്കണ കല്ലിന്റെ അടുത്ത് ടാപ്പുണ്ടായി, അതിൽ നിന്ന് തുറന്നിട്ട് ഇത്തിരി വെള്ളം കുടിച്ചു. ജ്യൂസ് കിട്ടിയില്ല. എന്നിട്ട് ഇവിടെ വന്ന് കിടക്കുക. കിടന്നിട്ട് പെണ്ണുമ്പളെ, എടി സൈനുവാ, ഇനി സൈറ വിളിച്ചോടിങ്ങി, എന്തേ ഈ ഫാനൊന്നും അവള് കൂട്ടിട്ടടി. അപ്പൊ ആ മുറി കിടക്കണ നിങ്ങൾ അവള് കൂട്ടിയാ കൂടൂലേ? ഞാൻ വന്നിട്ട് വേണോ? എഴുന്നേറ്റ് 12ലേക്ക് ഇട്ടു, കാറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റു.
പീടിയ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ബെഞ്ചിൽ പത്രോസുണ്ട്, പരീക്കുട്ടിയുണ്ട്, കൊച്ചൗസേപ്പുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചവരാ. എടാ ഉവ്വേ ഈ പാട് കേട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പെണ്ണുമ്പിള്ള തന്നില്ല. പറയാൻ പറ്റുമോ? ബാങ്കിലാരെ കാണുമ്പോ സമാധാനമില്ല. ഇത് ഒരു ഉദാഹരണം പറഞ്ഞത് ആൾക്കാരോട് പറയാൻ പറ്റിയ നോക്കിയതല്ല, ആകെ ഒരു അസ്വസ്ഥതയാ. ബഹുമാനികളെ, മഹാനായ ഉബയ്യ് ഇബ്നു ഖഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് വന്നിട്ട്, നബിയേ, ഞാൻ രാത്രിയിൽ അല്പം ഉറങ്ങിയിട്ട് രാത്രിയുടെ ഒരു ഭാഗം സലാത്ത് ചെല്ലാനും 2 ഭാഗം ഉറങ്ങാനും ഉപയോഗിക്കട്ടെ നബിയേ. ഇൻസിത്താ ഫവ ഖൈറുൽ ലക നബിയനാ റസൂലുള്ളാഹി. സലാത്തിനെ അധികരിപ്പിച്ചോ, നിനക്കത് ഖൈറാണ്. നബിയെ, രാത്രിയുടെ പകുതി ഭാഗം ഉറങ്ങിയിട്ട് പകുതി ഭാഗം സലാത്ത് ചെല്ലാൻ ഉപയോഗിക്കട്ടെ നബിയെ. കൂടുതൽ ചെല്ലിക്കോ, നിനക്ക് നല്ലതാണ്. രാത്രിയുടെ 2 ഭാഗം സലാത്തിനും 1 ഭാഗം ഉറങ്ങാനും ഉപയോഗിക്കട്ടെ നബിയെ. ഇൻസിത്താ ഫവ ഖൈറുൽ ലക ഇദൻ യുക്ഫാ ഹമ്മുക വയുഗ്ഫർ ലക ദംബുക നബിയനാ റസൂലുള്ളാഹി. സലാത്തിനെ നീ അധികരിപ്പിച്ചോ, നിന്റെ പാപം പൊറുക്കുകയും അസ്വസ്ഥതകൾ നീക്കുകയും ചെയ്യുമെന്ന് നബിയനാ റസൂലുള്ളാഹി. ഇപ്പൊ കാരണം മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ നിന്നും കളഞ്ഞുപോയ ഒന്നാണ് റസൂലുള്ളാഹിന്റെ പേരിലുള്ള സലാത്ത്. ഒരു സലാത്ത് ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ നബി തങ്ങൾ പറയുന്നു, ഒരു സലാത്ത് ചെല്ലുമ്പോൾ 10 പാപം പൊറുക്കുന്നു. 10 പദവികൾ ഉയർത്തുന്നു, 10 അസ്വസ്ഥതകൾ നീക്കുന്നു. ഒരു സലാത്ത് ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ 10 പദവികൾ ഉയർത്തുന്നു, 10 പാപങ്ങൾ പൊറുക്കുന്നു, 10 അസ്വസ്ഥതകൾ നീക്കുന്നു. ഒരു സലാത്തിന് ധാരാളം കാണാൻ ബഹുമാനികളെ. ഈ സലാത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോയി. മുമ്പൊക്കെ എല്ലാ വീട്ടിലൊക്കെ വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരോടൊക്കെ പറയണതാ, തള്ളയൊക്കെ കയ്യും കാലൊക്കെ ആയിട്ട് സലാത്തില്ല മക്കളെ. ഇന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് തന്നെ പോയി, അല്ലേ? ഏതെല്ലാം സൈസ് സലാത്തൊക്കെ മുമ്പൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും ദുരിതം വിഷമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൂടും. വന്നിട്ട് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബീൻ. അല്ലാഹുവേ, അറേബ്യയിൽ ജനിച്ച നിന്റെ ഹബീബാകുന്ന, നാളെ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന ലോക നേതാവായ റസൂലുള്ളാഹിന്റെ പേരിൽ നീ ഗുണം ചെയ്യ് റബ്ബേ, രക്ഷ ചെയ്യ് റബ്ബേ. നബി തങ്ങൾക്ക് ഗുണം ചെയ്യണേ, രക്ഷ ചെയ്യണേ എന്ന് പറയുന്നതിന്റെ പേരാണ് സലാത്ത്. ഇതൊക്കെ മുമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. സലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനികളെ. അങ്ങനെയുള്ള സലാത്ത് ഒരാള് ചൊല്ലിയാൽ ഈ പറയപ്പെട്ട മഹത്വങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നീങ്ങാൻ ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരായി വന്നിരിക്കണം. ഈമാനില്ലാത്തവർ ഇവിടെ വന്നിരിപ്പില്ല, ഇഖ്ലാസ് ഇല്ലാത്തവർ ഇവിടെ വന്നിരിപ്പില്ല ബഹുമാനികൾ. ഞാൻ ചോദിക്കട്ടെ, വല്ല രസം ഇവിടെ ഉണ്ടാവും? അല്ലാഹുവേ, ആഖിബത്ത് നന്നായുള്ള മൗത്ത് നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അതിനൊക്കെ വേണ്ടി ഒരുങ്ങിക്കോ ബഹുമാനികൾ. നമ്മളോട് ജീവിക്കാൻ വന്നതല്ല, മരിക്കാൻ വന്നതാണ്. അതാ ഒരു പരമാർത്ഥം, അല്ലേ? നമ്മളൊരു മോള് 10-12 വയസ്സൊക്കെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തിനാ? 18ാമത്തെ വയസ്സിൽ എന്നെ പൊന്നുമോളെ കെട്ടിക്കണം. എന്തെല്ലാം ഒരുക്കങ്ങളാ ബഹുമാനികളെ. നമ്മൾ എന്തെല്ലാം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. ഈ വ്യാഴാഴ്ച പള്ളിയിലേക്ക് പോകാൻ, പള്ളിപ്പറമ്പിലേക്ക് പോകാൻ, ഈ വെള്ളിയാഴ്ച പള്ളിപ്പറമ്പിലേക്ക് പോകാൻ നമ്മൾ ആരാ ഒരുങ്ങണത്? യഥാർത്ഥത്തിൽ അതല്ലേ ഒരു പരമാർത്ഥം, അല്ലേ? മറ്റ് നടക്കണ കാര്യമാണോ? അതുകൊണ്ട് ബഹുമാനികളെ, ഒരുങ്ങ്. അപ്പൊ ഒരുങ്ങാൻ വേണ്ടി വന്നിരിക്കുന്ന ഇരുത്തപ്പ് ഇത് ഇഖ്ലാസുള്ള നല്ലൊരു ഇരുത്തമാണ്. ഇങ്ങനെയുള്ള ഈ മജ്ലിസിനെ കൊണ്ട് നിങ്ങൾ ഒരു സലാത്തൊന്ന് ചെല്ലിപ്പിക്കാൻ തയ്യാറായാൽ, തുർമുദി രേഖപ്പെടുത്തിയ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ പറയാം. മൻ സല്ല അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസി മറത്തൻ, ഒരു സദസ്സിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അയാൾ എന്താണോ മനസ്സിൽ കരുതിയത്, ആ കരുതിയ കാര്യം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കാൻ അയാൾ ആ ചൊല്ലിയ ഒരു സലാത്ത് മതി. ഒരാൾ ഒരു സലാത്ത് ചൊല്ലുമ്പോൾ
10,000-കണക്കിന് മൈലുകളിലുള്ള റൗളയിൽ കിടക്കുന്ന നബിത്തങ്ങൾ പറയുന്നു, റൗളയിൽ നിൽക്കുന്ന മലക്കെന്നെ വിളിക്കും, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന പിതാവിന്റെ മകൾ, ഇന്ന പിതാവിന്റെ മകൻ തങ്ങൾക്ക് സലാത്ത് സമർപ്പിക്കുന്നു. ഇത് മലക്കെന്നോട് പറയുമ്പോൾ ഞാൻ ആ മനുഷ്യന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യും. സഹാബാക്കൾ ചോദിച്ചു, നബിയേ, ഖബറിടത്തിലേക്ക് അടക്കപ്പെട്ടാൽ ദ്രവിച്ചു പോകൂലേ? പിന്നെ തങ്ങൾ എങ്ങനെയാ ദുആ ചെയ്യുന്നത്? ഹറമല്ലാഹു അലൽ അർളി അജ്സാദൽ അംബിയാ നബിയുനാ റസൂലുള്ളാഹി. അമ്പിയാക്കന്മാരുടെ ശരീരത്തിനെ അല്ലാഹു തആല മണ്ണിന് ഹറാമാക്കിയിരിക്കുന്നു. സഹാബാക്കളെ, ഒരു മനുഷ്യൻ ഒരു സലാത്ത് ചെല്ലുമ്പോൾ റൗളയിൽ കിടന്ന നബിത്തങ്ങൾ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുമെങ്കിൽ ഈ നാട്ടിൽ കൂടിയ നല്ല മനുഷ്യന്മാരെ കൊണ്ട് നോക്കി, ഇതെല്ലാം നല്ല മനുഷ്യരാണ്. നബിത്തങ്ങൾ പറയാ, ഇങ്ങനെ കൂടുന്നതിൽ 40-ൽ 1 ദുആക്ക് ഉത്തരവുള്ള ആളായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. നമ്മുടെയൊക്കെ വീക്ഷണത്തിൽ വെറും പാവപ്പെട്ടവനായിരിക്കും, അല്ലെങ്കിൽ വെറും പാവപ്പെട്ടവളായിരിക്കും. 40-ൽ 1 മീനാത്ത് നല്ല കാതല, മണിമുത്ത് രത്നമാണ്. എത്ര നാപ്പുണ്ടെന്ന് നോക്കി കൂടിയൊക്കെ. ഇത്രയും മനുഷ്യരെ കൊണ്ട് നിങ്ങളൊരു സലാത്ത് ചെല്ലിപ്പിക്കുമ്പോൾ നബിത്തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ എങ്ങനെയാണ്? ബഹുമാനികളെ, ഒരു മനുഷ്യൻ ഒരു സലാത്ത്, നമ്മുടെ നിസ്കാരം നോമ്പും ഹജ്ജും ഒന്നും അല്ലാട്ടോ നമ്മൾ രക്ഷ കിട്ടുന്നത്. നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹ് നമുക്ക് ചെയ്ത അനുഗ്രഹത്തിന് പകരമാവോ? ഒന്ന് കണക്കൂട്ടിയേക്ക്. കണ്ണിന് പകരം നിസ്കാരം, കാതിന് പകരം സക്കാത്ത്, മൂക്കിന് പകരം നോമ്പ്, ഹജ്ജിന് പകരം നാക്ക്. ഇനി ബാക്കിയുള്ള പറ. ചുണ്ട്, തലച്ചോറ്, കൈ, കാല്, ഹാർട്ട്, വൃക്ക, ഞരമ്പുകൾ, കരള് എടുത്ത് നോക്ക്. ഇതിനൊക്കെ അല്ലാഹു തആലക്ക് പകരം നമുക്ക് വല്ലതും കൊടുക്കാനുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അനുഗ്രഹീതമായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടുന്നത്? ബഹുമാനികളെ, ഒരു മനുഷ്യൻ ഒരു സലാത്ത് ചെല്ലുമ്പോൾ നബിത്തങ്ങൾ പഠിപ്പിക്കുന്നു, ലോകത്തുള്ള സൃഷ്ടികളുടെ എണ്ണം മലക്കുകളെ ആ മനുഷ്യന് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. ആ മലക്കുകൾ ഖിയാമത്ത് നാൾ വരെയും ഈ മനുഷ്യന് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നു. ലൈലത്തുൽ ഖദ്റിന്റെ പവർ കിട്ടുക എങ്ങനെയാ? ഒരു പിന്നെ 1000 മാസം ഒരു മനുഷ്യൻ എത്ര ഇബാദത്ത് എടുക്കേണ്ടി വരും, അത്ര മലക്കുകളെ അന്ന് വാനലോകത്തിൽ നിർക്കും. ആ മലക്കുകളാണ് ഈ മനുഷ്യന് വേണ്ടി ഇബാദത്ത് എടുക്കുന്നത്. ഇബാദത്തിന്റെ കൂലി മനുഷ്യർക്ക് അധികച്ച്. നമ്മളെ രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല മലക്കുകളെയാണ് മാധ്യമാക്കിയിരിക്കുന്നത്. മലക്കുകൾ നമുക്ക് വേണ്ടി ഇബാദത്ത് ഹദിയ ചെയ്യുന്നു, നമ്മൾ രക്ഷപ്പെടും. അതിലേറ്റവും കൂടുതലുള്ള സലാത്താണ്. ഉളുഹിയ അറുക്കുമ്പോൾ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്നും തെറിച്ചു വീഴുന്ന രക്തത്തുള്ളി, ഓരോ തുള്ളി കൊണ്ടും ഓരോ മലക്ക്, ആ മലക്കുകൾ മൊത്തം ഈ ഉളുഹിയ അറുത്ത മനുഷ്യന് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും. ഒരു സലാത്താണോ ഒരു ഉളുഹിയാണോ പവർ നോക്കി? ഒരു സലാത്ത് കൊണ്ട് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെ എണ്ണം മലക്കുകളെ സൃഷ്ടിക്കും. ഇങ്ങനെയുള്ള സലാത്ത് ഹസൻ ബസരി തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ബസരി തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട തങ്ങളെ, എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു മോളാണ്, ആ കുഞ്ഞ് മരിച്ചുപോയി. മോളെ എനിക്കൊന്ന് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി അവിടെ നിന്നൊരു ദിക്റ് പറഞ്ഞു. അപ്പൊ ഹസൻ ബസരി തങ്ങൾ പിന്തിരിപ്പിച്ചു. നിർബന്ധിച്ചപ്പോ പറഞ്ഞു, എന്നാ നീ ചെല്ല്, ഇശാ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന്റെ ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ ചൊല്ലിയിട്ട് സലാത്തുകൾ ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് കിടന്നു. സലാത്ത് കൊണ്ടിട്ട് അങ്ങോട്ട് ഉറങ്ങിക്കോട്ടെ. ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ്, ഭീകരമായ അവസ്ഥ. നടങ്ങി തെറിച്ച് ഇവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബസരി തങ്ങളുടെ അടുക്കലേക്ക് ഓടി, തങ്ങളെ, എന്റെ മകളുടെ രൂപം ഭീകരമാണ്, പോകാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹസൻ ബസരി തങ്ങൾ ഒരു സ്വപ്നം കാണുകയാണ്. മനോഹരമായ കിരീടം തലയിൽ വെച്ച് പുഞ്ചിരിയോടെ ഒരു പെൺകുട്ടി. ചോദിച്ചു, മോളെ നീ ഏതാണ്? എന്നെ തങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്റെ ഉമ്മയാണ് കഴിഞ്ഞ ദിവസം കരഞ്ഞോണ്ട് വന്നത്. മോളെ, നിന്നെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയല്ലല്ലോ. അതെ, അന്ന് ഞാൻ അദാബിലായിരുന്നു, ഇന്ന് ഞാൻ അനുഗ്രഹത്തിലായി. എന്താ കാരണം? ആ കുട്ടി പറയുന്നു, തങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിമായ മനുഷ്യൻ ഞങ്ങളുടെ ഖബർസ്ഥാനിലേക്ക് കയറി വന്നു. 500 ആളുകളാണ് ആ ഖബർസ്ഥാനിലുള്ളത്. ഒരു സലാത്ത് അയാൾ ചൊല്ലി, എന്നിട്ട് ദുആ ചെയ്തു, പടച്ചവനെ, ഈ സലാത്തിന്റെ കൂലി ഈ ഖബറാളികൾക്കാണ് റബ്ബേ. ഈ സലാത്തിന്റെ മഹത്വം കൊണ്ട് ഈ ഖബറാളികൾക്ക് നീ പൊറുക്കണേ തമ്പുരാനേ. ആ മനുഷ്യൻ അങ്ങനെ ഒരു സലാത്ത് ചൊല്ലി അതിന്റെ കൂലി ഞങ്ങൾക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്തപ്പോൾ
ഞങ്ങൾ 500 ആളുകൾക്ക് അല്ലാഹു തആല ഒരു സലാത്തിന്റെ പവർ കൊണ്ട് പൊറുത്തു. തഴവാ ഉസ്താദ് ഇത് പാട്ടായിട്ട് എങ്ങനെയാണെന്നറിയോ? അതിൽപ്പെട്ട് ഞാനും വീണ് കിട്ടി നജാത്ത്. 500-നകത്ത് ഞാനുണ്ടായിരുന്നതുകൊണ്ട് സംബശ്രീ തങ്ങളെ രക്ഷപ്പെട്ടു. ഒരു സലാത്ത്, ഒരു മുസ്ലിം. ഇവിടെയൊക്കെ 40 എണ്ണത്തിൽ 1 മുസ്ലിമാന്ന് ഞാൻ പറഞ്ഞു. 40 എണ്ണത്തിൽ 1. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ ഇണകൾ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും ഖബറിലുണ്ട്. പലരും ഖബറിലുണ്ട്. ഈ കൂടുന്ന ജനത്തിനെ കൊണ്ട് ആ ഖബറാളിക്ക് വേണ്ടി ഒരു സലാത്ത്. ഇവിടെ നെയ്യത്താക്കി ബഹുമാനികളെ, ഞാൻ ഹദീസുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞല്ലോ, ഒരു സലാത്ത് ഒരാള് ഒരു കാര്യം നെയ്യത്താക്കി ചെല്ലുമ്പോൾ ആ മജ്ലിസ് എന്ന് ചെല്ലിയതിന് ആ കാര്യം നടക്കാൻ ആ ഒരു സലാത്ത് മതി. ഇത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ ഇത്രയും ജനത്തിനെ കൊണ്ടൊരു സലാത്ത് ചെല്ലിപ്പിക്കാൻ നിങ്ങൾ നെയ്യത്താക്കി. എന്തിന്? രോഗശിഫയ്ക്ക് സലാത്ത് മതി, അസ്വസ്ഥതകൾ നീങ്ങാൻ സലാത്ത് മതി, കാര്യവിജയത്തിന് സലാത്ത് മതി. ഇനി മരിക്കണേന്റെ ഞാൻ പറഞ്ഞുതരാം, അത് നാളെ പറഞ്ഞുതരാം. ബഹുമാനികളെ, നമ്മുടെ അസ്വസ്ഥതകൾ എന്തൊക്കെയുണ്ട്? മകൾക്ക് വിവാഹം വരുന്നില്ല, മക്കള് പരീക്ഷ എഴുതിയിട്ടുണ്ട്, മക്കൾ അനുസരിക്കുന്നില്ല, രോഗത്തിന്റെ പേരിൽ ദുരിതപ്പെടുകയാണ്, അതുപോലെ വിദേശത്ത് പോയവർക്ക് അസ്വസ്ഥതയിലാണ്. അങ്ങനെ എല്ലാം അസ്വസ്ഥതകളാണ്. നിങ്ങളുടെ അസ്വസ്ഥതകൾ ഈ മജ്ലിസിനെ കൊണ്ടൊരു സലാത്ത് ചെല്ലിപ്പിച്ചാൽ മാറും എന്ന് വിശ്വസിക്കുന്നവര് ഇന്ന് വേണ്ട, നാളത്തേക്കാണ് അത് മാറ്റാൻ. കാരണം ഇന്ന് ചെല്ലുന്ന പവർ അല്ല നാളെ ചെല്ലുന്ന പവർ. നാളെ വെള്ളിയാഴ്ച രാവാണ്, നാളത്തെ പവർ ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞുതരാം. നാളെ ഈ മജ്ലിസിനെ കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ സലാത്ത് ചെല്ലിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി വരണം. നിങ്ങളുടെ നെയ്യത്ത് നിങ്ങൾ കവർ തന്നിട്ടുണ്ടല്ലോ, ആ കവറയിൽ നിങ്ങൾ എഴുതണം, ബഹുമാനികളെ. എന്നിട്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഓരോ സലാത്ത് ചെല്ലിപ്പിക്കും. എന്നിട്ട് നിങ്ങളുടെ ആവശ്യം നടക്കുന്നതിന്റെ പുറമെ ചെല്ലിപ്പിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ദുആ ചെയ്യിപ്പിക്കും. അതേതാ ദുആ എന്നറിയോ? ഈ ചെല്ലിപ്പിച്ച വ്യക്തിയെയും കുടുംബാദികളെയും ഒരു ഡോക്ടറുടെ നാവിൽ നിന്നും ഡയാലിസ് വേണമെന്നോ റേഡിയേഷൻ വേണ്ടി വരുമെന്നോ പറയാനോ കേൾക്കാനോ നബിയുടെ മഹത്വം കൊണ്ട്, സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് ഇടവരുത്താതെ കാക്കണേ അല്ലാഹ്. ഇതാണ് ദുആ, ഇതാണ് ദുആ. നിങ്ങൾ മനസ്സിലാക്കിക്കോ, പടർന്ന് പിടിക്കുക. മുമ്പൊക്കെ ഏതെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോ കേൾക്കുന്നതാണ് ആൾക്ക് ക്യാൻസർ ആണ്. ഇന്ന് ഏത് നാട്ടിൽ ചെന്നാലും കേൾക്കുന്ന വാക്കാണ് ഇത്. ക്യാൻസർ, വൃക്ക തകരാറ്. ഹോസ്പിറ്റലുകൾ കൂടുതലും അമുസ്ലിങ്ങളുടേതാണ്, പക്ഷേ ചികിത്സ തേടി ചെല്ലുന്നത് കൂടുതലും മുസ്ലിങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളും വൃക്ക തകരാറുള്ളവരും മുസ്ലിം ഉമ്മത്താണ്. ഇതൊക്കെ ചില നീക്കങ്ങളെ കൊണ്ട് സംഭവിക്കുന്ന ബഹുമാനികൾ. അത് പോട്ടെ, ഞാൻ പറയാണ്, വന്നാൽ ഇഞ്ചിഞ്ചായിട്ട് മനുഷ്യൻ മരിക്കല് മാത്രമല്ല, നിന്റെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച വക മൊത്തം തകർത്തിട്ട് ഈ രോഗി ഖബറിലേക്ക് പോകും. നിങ്ങൾക്ക് വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ ഇത്രയും ജനത്തിനെ കൊണ്ട് ആ സലാത്ത് ചെല്ലിപ്പിക്കാൻ നിങ്ങൾ നാളെ ഒരുങ്ങി വരണം. അതെങ്ങനെയാ ഒരുങ്ങേണ്ടത്? അത് ഞാൻ ഖുർആനിന്റെ ഡിമാൻഡ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. ഏതാ ഖുർആന്റെ ഡിമാൻഡ്? ഖുദ് മിൻ അംവാലിഹിം സദഖ. നബിയെ, സഹാബാക്കളോട് സദഖ വാങ്ങിക്കുക. ഖുർആൻ നബിയോട് പറയാണ്, നബിയെ തങ്ങളുടെ അനുയായികളോട് സദഖ വാങ്ങിക്കുക. എന്നിട്ട് വതുസല്ലി അലൈഹിം, തങ്ങൾ അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ല്. ഇന്ന സ്വലാതക സക്കനുൻ ലഹും, തങ്ങളുടെ സ്വലാത്ത് അവർക്ക് മനഃശാന്തിയാണ്. ഈ ഖുർആന്റെ ഡിമാൻഡാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. നാളെ ഇത്രയും ജനത്തിനെ കൊണ്ടൊരു സലാത്ത് ചെല്ലിപ്പിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹത്തിൽ നിന്ന് ഒരു സദഖ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് കൊണ്ടുവരണം. ഇത്ര ജനത്തിനെ കൊണ്ട് നിങ്ങളുടെ വീട്ടില് ഒരു സലാത്ത് സംഘടിപ്പിക്കണമെങ്കിൽ എന്ത് ചെലവ് വരും? ചുമ്മാ കണക്കൂക്കി നോക്കി. എല്ലാവരും വീട്ടിൽ പോയി വിളിക്കണം, എന്തോരം ഡീസൽ എത്തിക്കേണ്ടി വരും. എല്ലാ വീടിനെ പറ്റി എന്റെ വാപ്പ മരിച്ചതിന്റെ ആണ്ടാണ് നാളെ, അപ്പൊ ഇയാളും കെട്ടിയോളും മക്കളും ഒക്കെ കൂടെ ഒരു സലാത്ത് ഏൽപ്പിക്കണ്ട, അതിന് വേണ്ടി വന്നോട്ടോ. ഇവിടെ കയറി ഇരിക്കണം, കയറി ഇരിക്കാൻ നേരമില്ലേ? കുന്നത്തേരിൽ എല്ലാ വീട്ടിലും പോകണം. വന്നേരട്ടോ, നമ്മളിറങ്ങിട്ടോ ഓട്ടന്നുള്ളിൽ കളിക്കുന്നുണ്ട്. നിനക്ക് എന്ത് അയാളുടെ ബാപ്പാക്ക് സലാത്ത് ഉണ്ടാക്കുമെന്നോ എന്ന് നീ കേട്ടില്ലേ? നാളെ വൈകുന്നേരം നിങ്ങൾ പോകണ്ടോ?
നീ ആ മീനെടുത്ത് കൂട്ടാൻ വെക്കടി, അവൻ്റെ ഉണ്ടാക്കാൻ പോകണം. ഇപ്പൊ നിനക്ക് വേറെ ജോലിയൊന്നുമില്ല, ഒറ്റ മനുഷ്യൻ വരില്ല. വിളിക്കേണ്ട മാതിരി അസ്സലാമു അലൈക്കും സലാം, പിന്നെ എന്താണോ ഈ വഴിക്കൊക്കെ ഒരു വിശേഷമുണ്ട്, ഇരിക്ക്, ചായ എങ്ങനെയാ, ചായ വേണോ ജ്യൂസോ ഒന്നും തരാണ്ടിരുന്ന ഒരു വീട്ടിലോ നവീനോ തരാണ്ട് എന്നൊരു ക്ലാസ് കട്ടൻ ചായ ഉണ്ടോ. അങ്ങനെ കട്ടൻ ചായ കൊണ്ടുവന്നു, ഇരിക്കാൻ പറഞ്ഞോടത്തിൽ ഇരുന്നു. പിന്നെ എന്താ, എൻ്റെ വാപ്പ മരിച്ചിട്ട് ഒരു കൊല്ലായി. അപ്പം ഞാനൊരു സലാത്ത് ചെല്ലിപ്പിക്കാൻ നെയ്യത്താക്കി വെക്കണം, ഉപ്പാക്ക് കൂലി കിട്ടാൻ. ഓ നല്ല കാര്യം. എപ്പോഴത്? നാളെ മഗ്‌രിബിന് ഇയാളും കെട്ടിയോളും മക്കളും ഒക്കെ അങ്ങോട്ട് വന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ മഗ്‌രിബ് നിസ്കരിച്ച് സലാത്ത് ചൊല്ലി അവിടെ തന്നെ ഇശായി നിസ്കരിച്ച് ഞാനൊരു ചെറിയ ഭക്ഷണമൊക്കെ ഒരുക്കുന്നുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് റാഹത്തായിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആവട്ടെ. പിന്നെ പെണ്ണുമ്പിള്ളേട്ട് പ്രത്യേകം പറഞ്ഞു, ഞാൻ കിട്ടിയ പെണ്ണുമ്പിള്ളേട്ട് നീ വന്നത് ഞാൻ കൊണ്ടുവന്നോളാം, ആ കാര്യം ഞാൻ ഏറ്റു, എന്നാ ഞാൻ പൊക്കോട്ടെ, എന്നാ വിട്ടോ അവസരോ. പെണ്ണുമ്പിള്ള ഇന്ത്യ അയാള് അപ്പൊ അയാൾ തന്നെ വർത്താനം പറഞ്ഞു, നീ കേട്ടില്ലേ, ഞാൻ ഇവിടെ ചക്കൂരൂർക്ക് പറഞ്ഞല്ലോ. അത് ശരി എടി, നാളെ അങ്ങനെ വാപ്പാടെ ആണ്ട് പോവാ, അപ്പൊ അതിനൊരു സലാത്ത് സംഘടിപ്പിച്ചേക്കോളൂ. അപ്പൊ നമ്മളോട് എല്ലാവരോടും ചെല്ലണമെന്നാ പറഞ്ഞാണ്. നിങ്ങൾ പോണ്ടോ നീ ആ മീനെടുത്ത് ഫ്രിഡ്ജിലേക്ക് നോക്കി, അതിനോട് ഇരിക്കാൻ പറഞ്ഞോടത്തിൽ ഇരുന്നു, കുടിക്കാൻ പറഞ്ഞു കുടിച്ചു, പറഞ്ഞതല്ല കേട്ടു. ഈ മാര് ഡീസൽ കത്തിച്ചു വിടാൻ പോകണ്ടെങ്കിൽ ആ പിള്ളേരെ എടുത്ത് നമുക്ക് എല്ലാവർക്കും പോവാം. ഇങ്ങനെ ആൾക്കാരെ വിളിച്ചോട്ടെ പാലം തൊണ്ടെന്ന് ചോദിക്കും. ഇവിടെ സംഘാടകൻ എന്നെ ഫോൺ ചെയ്തിട്ടാ ഞാൻ വന്നു. നിങ്ങളോട് നിന്ന് ഫോൺ ചെയ്ത് വെക്ക്, ഹലോ ബാവുസ്ഥാനാണോ? അതെ, നമ്മുടെ ബാപ്പാടെ ആരുടെ വിളിക്കുന്ന ആളാ, ഞാൻ കുന്നത്തേരി നിന്ന ആളാണ്. ഓഹോ എന്റെ ബാപ്പാടെ ആണ്ടാണ് നാളെ, അതിന് ഒരു സലാത്തുണ്ട് ഉസ്താദ്. അപ്പൊ ബാവുസ്ഥാ പറഞ്ഞു അതിന് വേണ്ടിട്ട് വിളിക്കുകയാണ്. അപ്പൊ നാളെ വരൂലേ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പറ, ഇത്ര ആൾക്കാരെ വിളിച്ചു വിട്ടണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ട്? വന്നാ തന്നെ ഒരു പന്തല് വേണ്ടേ, കഴിക്കാൻ ഒരു ഭക്ഷണം കൊടുക്കണ്ടേ? ബഹുമാനികളെ അങ്ങനെയൊക്കെ സൗകര്യപ്പെടുത്തിയാൽ തന്നെ എല്ലാവരും സലാത്ത് ചെല്ലുവോ? അത് കണക്കൂട്ട്. അവിടെ കുറെ ആൾക്കാർ നിന്നിട്ട് ഈ പിണറായി 5 കൊല്ലം തേക്കൂടെ ആർക്കറിയാ, ചെന്നിത്തല ഓടിച്ചോണ്ടൊക്കെ നടപ്പുണ്ട്. ഇപ്പൊ തേക്കൊന്നും പറ്റും പറയാനൊന്നും പറ്റൂല. ഇവിടെ എന്റെ മൊയിലാര് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ശനിയാഴ്ച വെളുപ്പിന് വന്നില്ലോ, ഇല്ലാന്ന് അങ്ങനെ ഇപ്പൊ കുറെ അയാളെ മാറ്റാണ്ട് പറ്റൂല അവിടെ. അങ്ങനെ ഇവിടെ അപ്പൊ ഈ കമ്മലേതാടി, ഈ കമ്മലിലെ പിന്നാലെ സുലൈമാൻ വന്നപ്പോ സുലൈമാന്റെ കൊടുത്തയച്ചത് ഗൾഫിൽ നിന്ന്. അതെയോ? പിന്നെ അല്ലാണ്ട് അപ്പൊ ഞാൻ ഇതിട്ടുണ്ടല്ലേ സൈനോടെ കല്യാണത്തിന് വന്ന്, ഞാൻ അന്ന് കണ്ടില്ലോടി ഉള്ളേ. ഞാനത് ഇങ്ങനെ അന്ന് മക്കനെ ഇട്ടറിഞ്ഞ അതാ കാണാണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഇട്ടറിഞ്ഞല്ലേ നീ കണ്ടത്. ശരിയാ. അവിടെ അങ്ങനെ. ഇവിടെ കുറച്ച് ആൾക്കാർ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം എണ്ണം കഴിഞ്ഞപ്പോ ഇവിടെ ഇരിക്കുന്ന നേതാവ് പറഞ്ഞു, മൈദീനാക്കാ ഓ സലാത്ത് കഴിഞ്ഞു. എന്നാ എല്ലാരും കൂടെ അങ്ങോട്ട് കയറിക്കോ. മട്ടൻ ബിരിയാണിയാണ് അവിടെ, ഇവിടെ വെജിറ്റേറിയൻ ആണ്. ആർക്കും അഭിപ്രായത്യാവശ്യമില്ല. പിണറായിക്കും ഇല്ല, ചെന്നിത്തലയ്ക്കും ഇല്ല, കത്തീവനും ഇല്ല, മുല്ലാക്കാക്കും ഇല്ല, മാലയ്ക്കും ഇല്ല, അറിഞ്ഞാണത്തിനും ഇല്ല. എല്ലാവരും ഐക്യേണ്ടേനാണ്. സലാത്ത് തന്നില്ല. അതുകൊണ്ട് എന്റെ ബഹുമാനികളെ, നാളെ വരുമ്പോ സഹോദരിമാരെ, എന്തുണ്ടെങ്കിലും എന്റെ വാപ്പ ചോദിച്ചാൽ കൊടുക്കാത്തത്, ആങ്ങള ചോദിച്ചാൽ കൊടുക്കാത്തത്, ഭർത്താവ് ചോദിച്ചാൽ കൊടുക്കാത്തത് എന്റെ റസൂലുള്ളാഹിക്ക് ഞാൻ ഊരി വെക്കുകയാണ്. ചെയ്യാൻ പറ്റുമോ? ചെയ്തോ. എനിക്കൊക്കെ എന്തോ ഒരു അനുഭവം ഉണ്ടെന്നറിയോ? നെടുമങ്ങാടിനടുത്ത് അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കൊടുങ്ങല്ലൂർ അഴീക്കോടല്ല, വിശാലമായ മജ്‌ലിസ്. പള്ളി പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞ കമ്മിറ്റിക്കാര്. ഞാൻ ആ വിഷയം പറഞ്ഞിട്ട് ഒരു പുതുമൊത്ത കുറെ സ്വർണ്ണങ്ങൾ വന്നു. പുതുപുത്തൻ സ്വർണ്ണമോതിരം എഴുതിയേക്കണ എന്താണെന്നറിയോ? നാഫിയാഴ് ഇൽമ കിട്ടാനും നല്ല കുടുംബജീവിതം കിട്ടാനും. ഈ സ്വർണം കിട്ടിയപ്പോ ഞാൻ ദുആ ചെയ്തു. പിറ്റേ ദിവസം സ്റ്റേജിലേക്ക് കയറാൻ നേരത്ത്, അന്നൊക്കെ അങ്ങനെ 5, 6, 7 ദിവസമൊക്കെ പരിപാടി. ഖത്തീബ് സാലി ഉസ്താദ് ചോദിച്ചു, ഉസ്താദെ ഇന്നലെ ഒരു പുതിയ സ്വർണ്ണമോതിരം ദുആ ചെയ്ത് ഓർക്കണ്ടോന്ന് ചോദിച്ചു. അതിന്റെ കഥ പറഞ്ഞിട്ടേന്ന് ചോദിച്ചു. എന്താ? ഈ മദ്രസയിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷെമീന എന്ന് പറയുന്ന കൊച്ചിന്റെ മോതിരാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അതൊക്കെ വാപ്പ ആസ്മരോഗിയാണ്, ഉമ്മായും അതുപോലെ നിത്യരോഗിയാണ്, ജ്യേഷ്ഠത്തിനെ കെട്ടിക്കാരന്റെ പ്രായം ആയിരിക്കുകയാണ്. ഒരു തരി മണ്ണ് സ്വന്തമായിട്ട് അവർക്കില്ല. ഒരു കൊച്ചിന്റെ അവസ്ഥ
മദ്രസയിൽ വന്ന് പല പ്രാവശ്യം ബോധം കെട്ട് വീണപ്പോൾ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്. ഞാനിത് കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് 150 രൂപ അവർ സ്റ്റൈഫൻഡ് കൊടുത്തു കൊച്ചിന് പഠിക്കാൻ. മദ്രസയിൽ വന്ന് പഠിച്ചോ, നിനക്കൊരു 150 രൂപ മാസം പഠിക്കണേന്. അഴീക്കോട് കമ്മിറ്റി ചെയ്തതാണ്. കുറെ ഈ കൊടുക്കണ പൈസ ഉപ്പാക്ക് റേഷൻ മേടിക്കാൻ കൊടുത്തിട്ട് കുറേശ്ശെ കൂട്ടി വെച്ചു. ISROയിൽ ജോലിയുള്ള ഒരു സലാമാജി എന്ന് പറയുന്ന ഒരാള് അഴീക്കോട് പള്ളിയുടെ തൊട്ടു മുമ്പിൽ താമസിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു മാമായ, അകന്ന മാമ. ഇത് സലാമാജിയുടെ കൊടലിൽ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, മാമ എനിക്കൊരു മോതിരം മേടിച്ചു കൊണ്ടുതരാവോ? അയാള് സ്വർണ്ണക്കടയിൽ ചെന്നപ്പോ അരമോതിരത്തിന് വരെയും കാശില്ല. അയാള് കാശ് കൊടുത്തൊരു മോതിരം വാങ്ങി ഈ കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി അത് ധരിച്ചുകൊണ്ട് സദസ്സിൽ വന്നിരിക്കുമ്പോഴാണ് ഉസ്താദ് ഊരാൻ പറ്റുമെങ്കിൽ ഊരിക്കോ എന്ന് പറഞ്ഞത്. സലാത്തിലാണ് അന്നും എന്റെ സ്വഭാവം. സദസ്സിനെ കൊണ്ട് ഞാൻ സലാത്തി ലിപ്പിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ അനുഭവം? നമ്മളൊക്കെ ഇതൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പറയണതൊക്കെ കാസറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ രഹസ്യമായിട്ടൊന്നും പറയാൻ പറ്റൂല, ലോകം ആകെ അറിയാണ് നമ്മളെന്ത് പറഞ്ഞാലും. നിങ്ങൾ അന്വേഷിച്ചോ, ഒരു 65 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ വടക്കൻ കേരളത്തിൽ നിന്ന് കൈ നീട്ടാൻ വേണ്ടി വന്നു ആ പള്ളിയിൽ. അയാൾ പറഞ്ഞു, എനിക്ക് കെട്ടിയോളും മക്കളൊന്നുമില്ല, ഒരു പെണ്ണിനെ കിട്ടിയാൽ ഞാൻ കെട്ടിക്കോളാം. ഈ കൊച്ചിന്റെ വാപ്പ ഈ ഷെമീനാനെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറായി. സാലി ഉസ്താദ് ഇടപെട്ടിട്ട് പറഞ്ഞു, താൻ ചെയ്യരുത്, എവിടെ നിന്നോ തെണ്ടി വന്നൊരു കളവൻ. അങ്ങനെ ആ കല്യാണത്തിന് പിന്തിരിപ്പിച്ചു. സഹോദരിമാരെ, ആ കൊച്ചിനെ അള്ളാഹ് എവിടെ എത്തിച്ചെന്നറിയോ? ഗവൺമെന്റ് സർവീസ് ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ലീവ് എടുത്ത് ഗൾഫിലേക്ക് പോയി. അവനൊരു റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി, ടെറസ് വീടുണ്ടാക്കി, നല്ല വരുമാനം ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് സർവീസിലുള്ള ജോലിയിലേക്ക് തിരിച്ചു കയറി. അവനൊരു പെൺകുട്ടിയെ വേണം, സ്ത്രീധനം വേണ്ട, മഹർ കൊടുത്ത് കെട്ടണം. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങളും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഉടയാടകളുമായി ഇവൻ വിവാഹം ആലോചിച്ചിട്ട് അല്ലാഹു തആല ചെറുപ്പക്കാരനെ അഴീക്കോടുള്ള ഈ കൊച്ചിന്റെ മുമ്പിൽ എത്തിച്ചു. അഴീക്കോട് പള്ളിയിലിരുന്ന് സാലിഹ് മൗലവിയുടെ കാർമ്മികത്വത്തിൽ ആ തന്ത ഈ കൊച്ചിനെ ഈ ചെറുപ്പക്കാരനായ ഗൾഫുകാരന് കല്യാണം ചെയ്തു കൊടുത്തു. എന്നെ വിളിക്കും, ഉസ്താദേ നിങ്ങൾ സദസ്സിനെ കൊണ്ട്, എന്റെ പവറല്ല, സദസ്സിന് സലാത്തില്ലേ എന്റെ പവറാണ്. ഉസ്താദേ നിങ്ങൾ സലാത്ത് ചെല്ലിപ്പിച്ചല്ലോ, എനിക്ക് അൽഹംദുലില്ലാ നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, എന്റെ പുതിയാപ്പിളേനെ കാണാൻ, എന്റെ വീട് കാണാൻ, പല കുട്ടി ഉണ്ടാവുന്നവരെ വിളിച്ചു, കൊച്ചുണ്ടായപ്പോഴും വിളിച്ചു, ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കാണാനൊന്ന് വരുമോ ഉസ്താദേ? ഞാൻ പോയില്ല, കണ്ടുമില്ല. മജ്ലിസിൽ സലാത്ത് ധാരാളം അനുഭവങ്ങൾ ഈ വാമശ്ശേരി കൊണ്ടുപോകും. നിങ്ങൾ ഈ പറഞ്ഞ ഹദീസും കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ നാളെ ഈ മജ്ലിസിൽ നിന്ന് ആരുടെയും സലാത്ത് മുടങ്ങരുത്. എല്ലാവരുടെയും പേരിൽ പരിശുദ്ധ റൗദയിലേക്ക് ഓരോ സലാത്ത് സമ്മാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തുറന്ന മജ്ലിസിൽ വന്നിരുന്നിട്ട്, അങ്ങനെയല്ലേ, ഇവിടെ ചൂടലും മെച്ചലൊന്നും ഇല്ലല്ലോ, ഇവിടെ വന്ന് ഇത്രയും സമയമൊക്കെ ഇരുന്നിട്ട് ഉറക്കം ഒഴിവാക്കിയാൽ, ദീർഘമായി ഒരേ ഇരുത്തം ഇരുന്നാൽ, മഞ്ഞ് കൊണ്ടാൽ, അങ്ങനെയുള്ള എന്തെല്ലാം അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും മുടക്കങ്ങളും വിഷമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അതൊന്നും ഈ മഹത്തായ മജ്ലിസിൽ പങ്കെടുത്ത നിന്റെ അടിയാറുകൾക്ക് വന്നുപെടാതെ കാക്കണേ തമ്പുരാനെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഞങ്ങൾക്കെല്ലാം ഇവിടുന്ന് പിരിയുമ്പോൾ പാപരഹിതരായി പിരിയുന്ന തവ്വാബീങ്ങൾ പെടുത്തണേ മന്നാനെ. ജീവിക്കുന്ന കാലം നിനക്ക് പൊരുത്തമില്ലാത്തൊന്നും ഞങ്ങളിൽ വരാതെ കാക്കണേ റഹ്മാനെ. പ്രശവനെ ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതം സന്തോഷമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇൽമിനെ അധികരിപ്പിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യണേ റഹ്മാനെ. പടച്ച റബ്ബേ, മാരകമായ ഭീകരമായ ജനങ്ങൾ അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന അല്ലാഹുവേ, രോഗങ്ങളെ കൊണ്ടൊക്കെ അല്ലാഹ് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. നാഥാ, ഇരുന്ന് നിരങ്ങാനും തപ്പി തടയാനും മാന്യം കാണിക്കാനും ഇടവരുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, ഇരിക്കുന്ന പലരും, ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലരും ഒക്കെ രോഗികളാണ് റബ്ബേ. ഷാഫിയായ റബ്ബേ, നീ ശിഫ തരണേ റഹ്മാനെ. റബ്ബുൽ അലീമായ നാഥാ, ഞങ്ങൾക്ക് തന്നതിലെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. പലിശയുടെ കണക്ക് പറയാനും കേൾക്കാനും ഇടവരുത്തല്ലേ അല്ലാ. അല്ലാ, അന്ത്യശ്വാസം എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും ആക്കാതെ പടച്ചവനെ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന നിലയ്ക്ക് ശുഭലക്ഷണത്തോടെ ആക്കിത്താട്ടെ അല്ലാ. ഞങ്ങളുടെ ജനാസ പ്രദർശന വസ്തു ആക്കല്ലേ അല്ലാ.
പടച്ചവനെ ഞങ്ങളുടെ മക്കളുടെയും പേരക്കുഞ്ഞുങ്ങളുടെയും മയ്യത്തെടുക്കാനുള്ള വിധി നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. പടച്ചറബേ ഇവിടെ ഇരിക്കുന്ന ഇണകളിൽ ഭാര്യ മരിച്ചിട്ട് ഭർത്താവോ, ഭർത്താവ് മരിച്ചിട്ട് ഭാര്യയോ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥയൊന്നും പടച്ചവനെ വരുത്തല്ലോ റഹ്മാനെ. അങ്ങനെ ഒറ്റയ്ക്കായി ജീവിക്കുന്ന ആരുണ്ടെങ്കിലും അല്ലാഹുവേ അവർക്ക് ദാമ്പത്യം ഹൈറാണെങ്കിൽ ഹൈറായ ഇണകളെ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഗർഭവതികളായ പെൺകുട്ടികൾ ആരെങ്കിലും ഇവിടെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ആര് കണ്ടാലും വാരിയെടുത്ത് മുത്തം കൊടുക്കുന്ന വൈകല്യങ്ങളില്ലാത്ത അഴകുള്ള കുഞ്ഞിന് എളുപ്പമായ പ്രസവത്തിലൂടെ നീ നൽകണേ തമ്പുരാനെ. വിവാഹപ്രായമെത്തിയ ഏത് പെൺകുട്ടികളോട് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരു ദുസ്വഭാവം ഇല്ലാത്ത നല്ല ഇണയുമായി നിക്കാഹ് എളുപ്പമാക്കണേ പടച്ചവനെ. റബ്ബുൽ അലീമായ നാഥ, ഞങ്ങളുടെ ആരുടെയും ഖബറുകൾ നരകക്കുഴിയാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. വലത്ത് കയ്യിൽ ഗ്രന്ഥം താട്ടെ അല്ലാ. അർശിന്റെ തണലിൽ ഇടം താട്ടെ അല്ലാ. ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം താട്ടെ അല്ലാ. സിറാത്ത് മിന്നൽ വേഗത്തിലാക്കി താട്ടെ അല്ലാ. ദുനിയാവിൽ ഞങ്ങളെ കുടുംബമാക്കി ഇണക്കിയ റബ്ബേ, നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെ കുടുംബമാക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, നിന്റെ ലിഖാ എന്ന മഹാഭാഗ്യത്തിന് ഞങ്ങൾക്ക് യോഗ്യത തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ലോകമെമ്പാടും പൊന്നാർ നബിയുടെ ഉമ്മത്ത് ദുരിതത്തിലാണ്. പടച്ചവനെ, ജൂത നസാറ മജൂസികളുടെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ആത്മരക്ഷാർത്ഥം നെട്ടോട്ടമോടി വെള്ളം കടന്നു വന്നിരിക്കുന്ന റോഹിംഗ്യ മുസ്ലിങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. രക്ഷ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവരെ നശിപ്പിക്കാൻ, അവരെ ഉന്മൂലനം ചെയ്യാൻ, നാടുകടത്താൻ, കൊല ചെയ്യാൻ ആർത്തിയോടെ ഓടി വന്ന ധിക്കാരിയായ സൂചിയെയും പട്ടാളത്തിനെയും മ്യാൻമർ ഭരണകൂടത്തിന് ലോകത്തിന്റെ മാതൃകയായി ഫിറഔനിനെയും ധിക്കാരികളെയും നീ കൈകാര്യം ചെയ്തതുപോലെ പടച്ചവനെ, മ്യാൻമർ ഭരണകൂടത്തിന് ശിക്ഷിക്കണേ അല്ലാ. ജൂത നസാറ മജൂസികളുടെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ലാ. ചോദിക്കാൻ ഞങ്ങൾക്കറിയില്ല, അർഹതയില്ല, അവകാശമില്ല. നിന്റെ ഹബീബായ സയ്യിദായ ഖുർറത്തുൽ ഐനായ ലോകത്തിന്റെ മുത്തായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതെല്ലാം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. തങ്ങൾ അഭയം തേടിയതെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم ارحم أمة محمد صلى الله عليه وسلم. اللهم فرج عن أمة محمد صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين. ببركة صلى الله على محمد صلى الله عليه وسلم. 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 اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء المرسلين والحمد لله رب العالمين. السلام. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.